നീണ്ടകരയിൽ വെള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വിവരങ്ങളുമായി രാജ്കുമാർ ജന. രാജ്കുമാർ, ഗൗതം കൃഷ്ണന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ, സർക്കാരിന്റെ അനാസ്ഥ, പോലീസ് ആ കുടുംബത്തോട് പറഞ്ഞത് കേരളം കേട്ടതാണ്, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തിരച്ചിൽ നടത്തിയില്ല. വലിയ പ്രതിഷേധം ഉയരുകയാണ്. കുടുംബം മാത്രമല്ല, ഡിവൈഎഫ്ഐ, CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധ രംഗത്താണ്. ഇപ്പോൾ കളക്ടറേറ്റ് മാർച്ച് നടക്കാൻ എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? നിലവിലിപ്പോൾ ഡിവൈഎഫ്ഐയുടെ ശക്തമായ പ്രതിഷേധം, പോലീസിന്റെ ബാരിക്കേഡുകൾ മറിച്ചിട്ടുകൊണ്ട് കളക്ടറേറ്റിനുള്ളിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇരച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിന്റെ പോലീസിന്റെ എല്ലാ വലയവും ഭേദിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ കളക്ടറേറ്റിനുള്ളിലേക്ക് കയറുന്നത്. ആ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസിന്റെ പ്രതിഷേധം വകവയ്ക്കാതെയുള്ള ഇവരുടെ ആ ഒരു പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഈ തെരച്ചിൽ എന്ന നിലയിൽ ഇന്നലെ അമ്മയുടെ ഈ തെരച്ചിൽ ആരംഭിച്ചത്. ആ സമയം തന്നെ ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ പ്രതിഷേധമാണ് ഈ കാണുന്നത്. രാജ്കുമാർ, ഏതായാലും ഗൗതം കൃഷ്ണയുടെ കുടുംബം ഇന്ന് രാവിലെ തന്നെ സർക്കാരിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, അവർ ആ കുടുംബം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ, കോസ്റ്റൽ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ ഇതുവരെ ആവശ്യപ്പെട്ടില്ലല്ലോ, എന്തുകൊണ്ട് ഈ തെരച്ചിലിനുള്ള യന്ത്രങ്ങൾ, കപ്പൽ, ആ ബോട്ടടക്കം എത്തിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ കുടുംബം ആവശ്യം. ഇപ്പോൾ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കളക്ടറേറ്റ് മാർച്ച്, ഡിവൈഎഫ്ഐ നടത്തിയ കളക്ടറേറ്റ് മാർച്ച്, പോലീസ് ബാരിക്കേഡുകൾ ഭേദിച്ച് കളക്ടറേറ്റിനകത്തേക്ക് കയറിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കൊല്ലത്ത് നീണ്ടകരയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കടുത്ത അനാസ്ഥ, കോസ്റ്റൽ പോലീസും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസും ആ നീണ്ടകരയിൽ ഗൗതം കൃഷ്ണയെ കണ്ടെത്തുന്നതിനോ അലംഭാവം കാട്ടുകയെതിരാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഇപ്പോൾ അരങ്ങേറി കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തക. വിവരങ്ങളുമായി രാജ്കുമാർ ഒരിക്കൽ കൂടി ചേരുകയാണ്. രാജ്കുമാർ, ശക്തിയായ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. പോലീസിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നതല്ല ഈ പ്രതിഷേധം. അതായത്
കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ ഉള്ള അനാസ്ഥ, സർക്കാരിൻ്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ഇപ്പോൾ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. കളക്ട്രേറ്റിന് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുത്തിയിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് സർക്കാരിൻ്റെ അനാസ്ഥയ്ക്കെതിരെ ഉയരുകയും ചെയ്യുന്നത്.